ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ. ഞാനൊരു നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ICUലാണ്. 2 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 2 വർഷത്തിനിടയിൽ ഞാൻ ഒത്തിരി നഴ്സിംഗ് പ്രൊസീജിയർ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ UNAയുടെ നേതൃത്വത്തിൽ നഴ്സിംഗ് സമരം നടക്കുകയാണല്ലോ. അതിൻ്റെ പത്രസമ്മേളനത്തിനിടയ്ക്ക് ഒരു ഡോക്ടർ എന്ന് പറയാം, ഒരു അമ്മച്ചി ഡോക്ടർ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സമരം ചെയ്യുന്ന പിള്ളേർക്ക് ക്യാനുല ഇടാൻ അറിയാമോ, അതോ ഫോളിസ് ഇടാൻ അറിയാമോ എന്ന്. അമ്മച്ചി ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അത് ഡോക്ടർമാരുടെ സമരമാണെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മച്ചി അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്റെ ലൈഫിൽ ഒരു ഫോളിസ് ഇടുമ്പോൾ കൈ വിറയ്ക്കുന്ന ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ 2 വർഷത്തിനിടയ്ക്ക്. ഈ 2 വർഷത്തിനിടയ്ക്ക് വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു ഡോക്ടർ ഒരു ക്യാനുല പോലും ഇടാത്ത ഒരു ഡോക്ടറെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ അമ്മച്ചിയോട് ഒരിക്കൽ കൂടി പറയുകയാണ്, അമ്മച്ചി ക്യാനുല ക്യാനുല ഞങ്ങൾ ഇട്ട് കാണിക്കാം. ഒരു നേഴ്സ്, ER വർക്ക് ചെയ്യുന്ന നേഴ്സ് ചിലപ്പം ആ ഹോസ്പിറ്റലിലെ ഒരു മിനിമം ഒരു 50 മുതൽ 100 അഡ്മിഷൻ വരെ ഉണ്ടാകാം. അനേക OP പേഷ്യൻസ് വരാറുണ്ട്. അവർ 6 മണിക്കൂർ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് അവരൊരു മിനിമം ഒരു 10-30 IV ക്യാനിലെങ്കിലും ആക്സസ് ചെയ്യാറുണ്ട്. പിന്നെ ഫോളിസിനെ കുറിച്ച് പറഞ്ഞു. ഫോളിസ് ഇൻസെഷൻ ഒരു നഴ്സിംഗ് പ്രൊസീജിയർ അല്ല. അമ്മച്ചിക്ക് അവിടെ തെറ്റുപറ്റി എങ്കിലും അത് തിരുത്തുകയാണ്. അത് നഴ്സിംഗ് പ്രൊസീജിയർ അല്ല, അത് ഡോക്ടർമാരുടെ പ്രൊസീജിയറാണ്. ഞാൻ ഒത്തിരി ഫോളിസ് കത്തീഡ്രലൈസേഷൻ കണ്ടിട്ടുണ്ട്. സ്റ്റെറൈൽ അല്ലാതെ ഫോളിസ് കത്തീഡ്രലൈസേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഫോളിസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവരുടെ കൈ വരയ്ക്കുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും അമ്മച്ചി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ നഴ്സുമാർ ഫോളിസ് ഇടുന്നത് സ്റ്റെറൈലായിട്ടായിരിക്കും. ആ സ്റ്റെറിലിറ്റി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താണ്, ഞങ്ങൾക്കൊരു പേഷ്യന്റ് ഫോളിസ് കത്തീഡ്രലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കോട്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, കത്തീഡ്രൽ ഇൻട്രസ്റ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റെറിലിറ്റി ഞങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. ആ സ്റ്റെറിലിറ്റി പേഷ്യന്റ് ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ അമ്മച്ചി പറഞ്ഞായിരുന്നു, എത്ര ഫ്രഞ്ചിന്റെ ഫോളിസ് വേണമെങ്കിൽ ഞങ്ങൾ ഇട്ട് കാണിക്കാം. അമ്മച്ചി 14 ഫ്രഞ്ചിന്റെ 16 ഫ്രഞ്ചിന്റെ ആണ് യൂഷ്വലി ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. OTയിൽ അത് 20-22 ഒക്കെ ഇടാറുണ്ട് എന്ന് ഞാൻ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും എന്റെ ലൈഫിൽ ഞാൻ 16 വരെ ഇട്ടിട്ടുണ്ട്. ഒരിക്കൽ പേഷ്യന്റിന്റെ ഫോളിസ് കത്തീഡ്രലൈസേഷൻ ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത പേഷ്യന്റ് 8 ഫ്രഞ്ചിന്റെ നെൽക്കാത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 10 ഫ്രഞ്ചിന്റെ 12 ഫ്രഞ്ചിന്റെ നെൽക്കാത്ത് ഉപയോഗിച്ച് യൂറിൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നെൽക്കാത്തും കയറാൻ പോകാത്ത പേഷ്യന്റ് ഞാൻ ഫീഡിംഗ് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് 8 ഫ്രഞ്ചിന്റെ ഫീഡിംഗ് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ഞാൻ യൂറിൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിയട്ടെ, അമ്മച്ചി പറഞ്ഞിരുന്നത് ക്യാനുല ഇടുന്ന നഴ്സുമാരെ കുറിച്ചാണ്. ഞാനൊരു നഴ്സാണ്. ഇത് അമ്മച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മച്ചിയുടെ കൈ, അത് അമ്മച്ചിക്ക് ഡേഞ്ചർ ആയിരിക്കും. എങ്കിലും ഞാൻ എന്റെ കയ്യിൽ തന്നെ, എന്റെ ഈ കയ്യിൽ ഞാൻ തന്നെ സ്വന്തമായ ഒരു ക്യാനുല ഇട്ട് ഞാൻ കാണിക്കാം. ഇത് അമ്മച്ചി ആരും ട്രൈ ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ നോക്കുന്നു. നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രൈ ചെയ്യാവൂ. എന്റെ കയ്യിലേക്ക് ഞാൻ അമ്മച്ചി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാനൊരു നേഴ്സാണ്, ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് അല്ല. ഇപ്പോൾ ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കാം ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ഇൻജെക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ആണ്. ഓക്കെ, ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ഹാൻഡ് റബ്ബാണ്. ഞങ്ങളുടെ സ്റ്റെറിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹാൻഡ് റബ് യൂസ് ചെയ്യുന്നു. അതിൽ ഹാൻഡ് റബിലൂടെ ഞാൻ എന്റെ വെയിൻ ആക്സസ് ചെയ്യുന്നു. ഇത് ടൂണിക്കേറ്റ് എന്ന് പറയും. ഇത് ടൂണിക്കേറ്റ് എന്റെ കയ്യിലേക്ക് കട്ട് ചെയ്യുകയാണ്. ഇതാണ് ക്യാനുല. ഇത് 20 ഗേജിന്റെ ക്യാനുലയാണ്. ഇതിന്റെ വില 175 രൂപയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിന് 15 രൂപ മുതൽ 30 രൂപ വരെയുള്ളതിൽ കിട്ടാറുണ്ട്. ഇത് ഞാൻ ക്യാനുല എടുക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി അത് ഒരു സ്റ്റെറൈൽ പ്ലേസിലേക്കാണ് വെക്കുന്നത്. ഇത് സ്റ്റെറൈലാണ്. കോട്ടൺ എടുത്ത് എന്റെ വെയിനിലേക്ക് ടൈറ്റ് ചെയ്യുന്നു. ഇത് റെഡി ചെയ്തു. എന്റെ നല്ലൊരു വെയിന്, പക്ഷെ ഞാൻ എന്റെ കൈ, ഇതൊരു ജോയിന്റ് ആണ്, പക്ഷെ ജോയിന്റിൽ ഇട്ടൂടാ. പക്ഷെ എന്റെ കൈയുടെ ആക്സസിബിലിറ്റി കൊണ്ട് ഞാൻ അതൊരു ജോയിന്റിലേക്കാണ് ഇടുന്നത്.
ഇത് ഒരു വെയിനിലേക്ക് തന്നെയാണ് കയറിയത്. ബാക്ക് ഫ്ലോ ഉണ്ട്, ബാക്ക് ഫ്ലോ ഉണ്ട്. ഒരിക്കൽ കൂടി വേണമെങ്കിൽ ബാക്ക് ഫ്ലോ നിങ്ങൾക്ക് കാണാം. ബാക്ക് ഫ്ലോ ഉണ്ട്. ഇപ്പോഴും അതിന് ബാക്ക് ഫ്ലോ വരുന്നുണ്ട്. ടെഗാഡ് മൂരി ഞാൻ ഇവിടെ ഇത് ടൈറ്റ് ചെയ്യാണ്. കാര്യം ഞാൻ ഇത് ഊരിക്കഴിഞ്ഞാൽ ഇതിനെ സ്റ്റില്ലറ്റ് എന്ന് പറയും. സ്റ്റില്ലറ്റ് ഊരിക്കഴിഞ്ഞാൽ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. ഞാനത് ഊരി സേഫസ്റ്റ് പ്ലേസിൽ വെച്ച് അത് എൻ്റെ ക്യാമറ പൊസിഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലഷ് ചെയ്ത് നോക്കാം. ക്യാമറ പൊസിഷനിലാണ്. ഇതാണ് ടെഗാഡ്. ഇത് ടെഗാഡും അല്ല, ഇതൊരു ഇതാണ്. പ്ലാസ്റ്ററിന് വേണ്ടിയിട്ട് ഇത് ഒട്ടിച്ച് വെക്കാം. അമ്മച്ചി ഇത് കണ്ടോ? ഞാൻ ക്യാമറ എൻ്റെ കയ്യിൽ തന്നെ ഇട്ടാണ്. ബാക്ക് ഫ്ലോ ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാം ഇതിനകത്തുള്ള ബാക്ക് ഫ്ലോ. അമ്മച്ചി ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഇതിനെ ഇത്രയും പറഞ്ഞ് വലുതാക്കുകയോ നാട്ടുകാരെ ഇത്രയും ചൊടിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചെറിയൊരു പ്രൊസീജിയറാണ്. നഴ്സുമാർക്ക്, ഏത് നഴ്സിനും വേണമെങ്കിലും അവരുടെ വൈദ്യുതി തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അമ്മച്ചി ഞാൻ ഇത് ഒരിക്കൽ കൂടി അമ്മച്ചിയെ കാണിക്കുകയാണ്. എല്ലാവരും ഈ അമ്മച്ചിക്ക് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബിഗൻ. താങ്ക് യു. താങ്ക് യു.